നിതീഷേ, ഒന്ന് മുകളിലോട്ട് വാ, ഇപ്പൊ തന്നെ. എടാ ഗിരി, നിനക്ക് എന്നെ അറിയില്ലടാ, എന്നെ വിശ്വാസമില്ലേ നിനക്ക്? എടാ ഒന്ന് ഓർത്ത് നോക്ക്, ഈ വീട്ടിലൊരാളുടെ സഹായം ഇല്ലാതെ എനിക്ക് എങ്ങനെ ആ ലോക്കർ തുറക്കാൻ പറ്റും? എടാ അതിന്റെ സെക്യൂരിറ്റി പിന്നെ എങ്ങനെ അറിയാൻ പറ്റും? നിതീഷ് ഇപ്പൊ വരും, അതോടെ നമുക്കിതിനെല്ലാം ഒരു വ്യക്തത ഉണ്ടാവുമല്ലോ. എന്തേട്ടാ? എടാ നീ പറഞ്ഞിട്ടില്ലേ നിതീഷേ, ഞാൻ ലോക്കറിൽ നിന്ന് മാലെടുത്തേ? ഞാനോ? എപ്പോ? എന്തിന്? ഒരുമാതിരി ഉണ്ടായപ്പോലൂടെ എന്റെ അടുത്ത് കാണിക്കണം. നീയാണടാ മാല മോശം പോകാൻ സാധ്യതയുണ്ടെന്നും അത് എന്റെ കയ്യിൽ സൂക്ഷിക്കണമെന്നും ഗിരിയേട്ടൻ പറഞ്ഞെന്ന് എന്നോട് പറഞ്ഞത്. ഇങ്ങേർക്ക് എന്താ ഗിരിയേട്ട പറ്റിയത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ലോക്കറിൽ പോയി മാല മോഷ്ടിച്ചത് ആരാണെന്ന് നമ്മൾ ക്യാമറ കണ്ടതല്ലേ, പിന്നെ എന്താണ് ഇയാളി കിടന്ന് പുലമ്പുന്നത്? എടാ പൊന്ന മോനെ, എന്നെ കള്ളനാക്കിയിട്ടേ നിനക്ക് രക്ഷപ്പെടാന്ന് കരുതിയോ നീ? കൈയെടുക്ക ആകാശേട്ടാ, മാല മോഷ്ടിച്ചിട്ടേ എന്റെ മെക്കിട്ട് കയറാൻ വരും. എന്നെയും ഗിരിനെയും തല്ലിക്കാൻ വേണ്ടിട്ട് ഉണ്ടാക്കിയ പരിപാടിയാണെന്ന് എനിക്കറിയാം. എവരുടെ മാല പറയടാ. ആകാശേ, നിർത്താനാ പറഞ്ഞത്. ആകാശേ, നമുക്കിത് സമാധാനത്തോടെ സംസാരിക്കാം. എന്തു തന്നെ ആയാലും എന്റെ കൂട്ടുകാരൻ എന്നുള്ള പരിഗണന ഈ നിമിഷം വരെ നിനക്ക് ഞാൻ തന്നിട്ടുണ്ട്. അത് നീ മറക്കണ്ട. ആ ഒറ്റ പരിഗണനയുടെ പുറത്താ ഇപ്പോഴും ഇയാളെ ഇവിടെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കാതെ നിർത്തിയിരിക്കുന്നത്. നീ ഇപ്പൊ പോ, ഈ കാര്യം ഞാൻ ഇനി കൈകാര്യം ചെയ്തോളാം. എന്തൊക്കെ വേണമെങ്കിലും നീ മോഷ്ടിച്ചോ, അതൊക്കെ ഞങ്ങൾ സഹിക്കും. ഇത് ഒയ്യാരത്ത് കുടുംബത്തിന്റെ പാരമ്പര്യ മുദ്രയാണ്, അത് ഞങ്ങളുടെ അഭിമാനമാണ്. കണ്ട അണ്ടനോ അടകോടനോ കൊണ്ടുപോയി പുട്ടടിക്കാനേ ഞങ്ങൾ സമ്മതിക്കില്ല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? പോ. ആകാശേ, സംഭവിച്ചത് വളരെ ദൗർഭാഗ്യകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുകയാണ്, കുഞ്ഞുനാൾ മുതൽ ഇന്ന് വരെ നീ എനിക്ക് ആരായിരുന്നു എന്ന് മാത്രം നീ ഓർത്താ മതി. എടാ, എല്ലാം മറക്കാനും പൊറുക്കാനും എനിക്ക് പറ്റും. നീ തുറന്നു പറ, ആ മാല എവിടെ? ഇരു ചെവി അറിയാതെ, നിന്റെ പേരിൽ ദോഷം വരാതെ ഞാനതിന് പരിഹാരം ഉണ്ടാക്കാം. എനിക്കത് തിരിച്ചു കിട്ടിയാൽ മാത്രം മതി. അപ്പോ ആ മാല മോഷ്ടിച്ചത് ഞാൻ തന്നെയാന്ന് വിശ്വസിക്കുക നീ അല്ലേ? കുഞ്ഞുനാള് മുതല് ഞാൻ എന്താണെന്ന് നിനക്കറിയായിരുന്നെങ്കിലേ നീ എന്നെ ഒരിക്കലും അവിശ്വസിക്കില്ലായിരുന്നു. നിന്റെ അനിയനും അമ്മയും അമ്മാവനും ചേർന്നിട്ടേ എന്നെ ചതിച്ചതാ. ആകാശേ, ആവശ്യമില്ലാത്ത വർത്താനം വേണ്ട. നിന്റെ ഭാഗം വെള്ള പൂശാൻ ബാക്കിയുള്ളവരുടെ മേൽ വെറുതെ കരിവാരി തേക്കരുത്. നിനക്ക് സൗകര്യം നീ വിശ്വസിച്ചാൽ മതിയടാ. നിതീഷ് പറഞ്ഞിട്ട് ഞാൻ ലോക്കറിൽ നിന്ന് മാല എടുത്തേ, പക്ഷെ അത് എന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു. എനിക്കത് അറിയില്ല. എടാ, നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ അവർ തന്നെ വിദഗ്ധമായി എന്നെ അടിച്ചു മാറ്റി. അതാ സംഭവിച്ചേ. അതെ, ഇന്നല്ലെങ്കിൽ നാളെ സത്യം മറന്നേക്ക് പുറത്തു വരും. കള്ളന്മാരും കള്ളികളും ഒക്കെ ഈ കപ്പൽ തന്നെയാണ് നീ തിരിച്ചറിയും. ആകാശേ, മതിയാക്ക്. ഇനി ഒരു അക്ഷരം നീ എന്റെ വീട്ടുകാരെ കുറിച്ച് പറയരുത്. വീട്ടുകാരെ കുറിച്ചെന്നല്ല, എടാ ഒന്നിനെ കുറിച്ചും ഒരക്ഷരവും ഈ ജന്മത്തെ നിന്നോട് ഞാൻ മിണ്ടില്ല. എടാ, കൂട്ടുകാരനാണെന്നുള്ള പരിഗണന എനിക്ക് വേണ്ട. നിനക്ക് വേണമെങ്കിലേ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണമെങ്കിൽ ആവാം. ഞാനേ എന്റെ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഫ്രിഡ്ജിലുള്ള ഐസ്ക്രീമും വേണം, അവൾക്കും കൊടുക്കണം. ഐസ്ക്രീം അച്ഛന് വേണ്ട മോളെ. മോള് വാ, നമുക്കിറങ്ങാം. വാ മോളെ. എന്താക്കു ഇറങ്ങാൻ സ്നേഹ, വാ. അക്കു നിക്ക്, ഒന്നും കഴിക്കുന്നില്ലേ? നീ വരുന്നുണ്ടോ ഇല്ലയോ? ഞാൻ കാറിലുണ്ടാവും. നടക്ക്. അക്കു വാ. അക്കു പോവല്ലേ? ഇതെന്തു പറ്റി?
ഗിരിയായിട്ടോ അഴക്കിട്ടോ? ഞാനൊന്ന് അങ്ങോട്ട് ചെല്ലട്ടെ സുമിത, ഞാൻ വിളിക്കാട്ടോ. എന്തായാലും ഓപ്പറേഷൻ ഗംഭീരമായി. പക്ഷെ ആ സുമിതയ്ക്ക് എന്തോ ഒരു ചെറിയ സംശയം ഉണ്ടോന്ന് എനിക്കൊരു സംശയം. എന്നാലും ആകാശ് ഒരിക്കലും ഇങ്ങനെയൊന്നും ചെയ്യില്ല. സംശയം തോന്നിയെങ്കിൽ അവൾ സംശയിച്ചു കൊണ്ടിരിക്കത്തേ ഉള്ളൂ. അവളുടെ സംശയത്തിന് ആര് വില വെക്കാൻ? അമ്മ അതിന് അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യണ്ട. ഒന്നുമല്ലെങ്കിലും അവൾ ഏട്ടന്റെ ഭാര്യയല്ലേ? അങ്ങനെ ഒരു ഭാര്യാ പദവി അവൻ അവൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് നിനക്ക് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ നിതീഷേ? ഇന്ന് തന്നെ പാർട്ടിക്ക് വന്ന പലരും എന്നോട് ചോദിച്ചു, ഇതാണോ നിങ്ങളുടെ മരുമോളെന്ന്. ഇവളെ കണ്ട ഈ വീട്ടിലെ വേലക്കാരിയാണെന്ന് തോന്നുമല്ലോ എന്ന് പലരും പറഞ്ഞു. എനിക്ക് നല്ല ഉറപ്പുണ്ട്, ഗിരി ഒരിക്കലും അവളെ ഭാര്യയായിട്ട് അംഗീകരിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ അവള് പറയുന്നതിലൊന്നും അവൻ വീഴാനും പോകുന്നില്ല. ചില മനുഷ്യരുടെ കാര്യത്തില് നമ്മുടെ കണക്കൂട്ടല് പിഴയ്ക്കാൻ സാധ്യതയുണ്ട്. അവരെ തമ്മിൽ അടുപ്പിക്കാൻ കാദംബരി അമ്മൂമ്മ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. മഞ്ചാടിക്കുന്നി പോയിട്ട് വന്നതിന് ശേഷം അവര് തമ്മിൽ പഴയതിനേക്കാൾ ഒരു ഉണ്ടോ എന്നൊരു സംശയം നിനക്ക് തോന്നിയില്ലടാ? ഇന്ന് അവളുടെ നാക്ക് സംസാരിച്ചു തുടങ്ങി, നാളെ അവളുടെ തലച്ചോറ് പ്രവർത്തിച്ചു തുടങ്ങിയാൽ നമുക്ക് പണിയാവും. അതുകൊണ്ട് ചേച്ചിയുടെ കണ്ണ് എപ്പോഴും അവിടെ മേൽ വേണം. അവൾ എവിടെങ്കിലും ഒരടി മുമ്പോട്ട് കേറിയാൽ അടിച്ചിട്ടേക്കണം. അല്ല, നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അടിച്ചു മാറ്റിയ മാല എവിടെ? എന്തൊരു തണുപ്പത്! എന്തിനാണോ AC ഇത്ര കൂട്ടി വെച്ചിരിക്കുന്നത്? മനുഷ്യരാണ് ഇവിടെ തണുത്ത് കുറച്ച് ചാവാൻ പോവാ. അപ്പോഴും കൂളായിട്ട് ഇരിക്കുന്നുണ്ടല്ലേ? അതെ, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. വേണ്ട, പ്ലീസ്. എന്നോടിപ്പോ ആരും ഒന്നും ചോദിക്കണ്ട, എനിക്കൊന്നും കേൾക്കുകയും വേണ്ട. നിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള മൂഡിലല്ല ഞാൻ. ഹലോ, അതിനിപ്പോ ഞാൻ ചോദിക്കാൻ വന്നത് എന്താന്ന് കരുതിട്ടാ? അതൊക്കെ എനിക്ക് വ്യക്തമായിട്ട് അറിയാം. ആകാശ് മാലയെടുത്തതിന്റെ കാര്യം ന്യായീകരിക്കാൻ വന്നതാണ് നീ. അത് മനസ്സിലാക്കാൻ മാത്രം ബുദ്ധിയില്ലാത്ത പൊട്ടനൊന്നും അല്ലല്ലോ ഞാൻ. ഞാൻ എന്തെങ്കിലും ചോദിച്ചോ? അതിനു മുമ്പ് വലുത് മനസ്സ് വിചാരിച്ചിട്ട് ഇങ്ങനെ ചാടിക്കിടിക്കുന്ന എന്തിനാ? ഒന്നും ചോദിക്കാതിരുന്നതിനെ താങ്ക് യു സോ മച്ച്. വലിയ ഉപകാരം. എന്നെ കുറച്ചു നേരത്തേക്ക് ഒന്ന് ഒറ്റയ്ക്ക് വിട്ടേക്ക്. ഇതുവരെ ഇങ്ങനെ ഒറ്റയ്ക്കായിരുന്നില്ലേ ഗിരി? അതെ, ഈ വൃത്തികെട്ട സ്വഭാവം കൊണ്ടാ. അപ്പൊ നീ എന്റെ സ്വഭാവത്തിന് സർട്ടിഫിക്കറ്റ് തരാൻ വേണ്ടി വന്നതാ? അതറിഞ്ഞുകൊണ്ട് തന്നെയാ ഞാൻ പറഞ്ഞത് എനിക്കൊന്നും കേൾക്കണ്ട എന്ന്. എന്നാ കേട്ടോ, ഞാൻ പറയാൻ വന്നതേ ആകാശിന്റെ കാര്യം തന്നെയായിരുന്നു. ഇപ്പൊ എങ്ങനെയുണ്ട്? നീ അതിലേക്ക് തന്നെ എത്തിയില്ലേ? ഒരു കാര്യം ഞാൻ പറയാം, നീ എത്രയൊക്കെ ശ്രമിച്ചാലും ആ വിഷയത്തിൽ ഒരു ചർച്ചയ്ക്കും ഞാനില്ല. എന്റെ വായിന്ന് അതിനെക്കുറിച്ച് കമാന്നൊരക്ഷരം വീഴില്ല. വീഴില്ലെന്ന് എനിക്കറിയാലോ. കാരണം തെറ്റ് നിങ്ങളുടെ ഭാഗത്താ. ആകാശിനെ പോലെ ഒരു ആത്മാർത്ഥ സുഹൃത്തിനെ ഒരു നിമിഷം കൊണ്ട് കള്ളനെന്ന് മുദ്ര കുത്താൻ ഒരു മടിയില്ലാത്ത ഒരാളല്ല നിങ്ങള്. ആ CCTV ഫുട്ടേജ് നീയും കണ്ടതല്ലേ? ആ മാലയ്ക്ക് എന്റെ ജീവിതത്തിൽ എന്തുമാത്രം പ്രാധാന്യമുണ്ടെന്ന് നിനക്കറിയില്ലേ?
അപ്പൊ പിന്നെ ഞാൻ എന്ത് നിലപാടാ ആ കാര്യത്തിൽ എടുക്കേണ്ടിയിരുന്നത്? CCTV എന്നല്ല, സ്വന്തം കണ്ണുകൊണ്ട് കണ്ടാ പോലും ആകാശിനെ പോലൊരു സുഹൃത്തിനെ ഗിരി ഒരിക്കലും അവിശ്വസിക്കരുതായിരുന്നു. ചാടിക്കേറിയൊരു തീരുമാനത്തിലെത്തുന്നതിന് മുമ്പേ എന്താ സംഭവിച്ചതെന്ന് സത്യസന്ധമായിട്ട് അന്വേഷിക്കണമായിരുന്നു. ആകാശ് എന്നെ പോലൊരു സാധാരണ കുടുംബത്തിൽപ്പെട്ട ആളായതുകൊണ്ടായിരിക്കും നിങ്ങൾ പണക്കാരെല്ലാം കൂടി ചേർന്ന് അയാൾ ഇങ്ങനെ കുരിച്ചു കയറ്റിയത്. ഞങ്ങളെപ്പോലുള്ള പാവങ്ങളുടെ അടുത്ത് എന്തു ആവാലോ അല്ലേ? നിർത്ത്. എന്തിനാണ് ഈ ഞങ്ങൾ നിങ്ങളെന്നൊക്കെ പറയുന്നേ? ഇങ്ങനെയുള്ള ക്ലാസിഫിക്കേഷൻസിന്റെ ഒക്കെ എന്താ ആവശ്യമുള്ളത്? അല്ല, അങ്ങനെയാണല്ലോ ഇവിടുത്തെ ഒരു രീതി, അതുകൊണ്ട് പറഞ്ഞ. ഇപ്പൊ തന്നെ ഇതുപോലൊരു മോഷണം എന്റെ വീട്ടിലാണ് നടന്നിരുന്നെങ്കിലോ? അവിടെ അങ്ങനെ ഒരു മോഷണം നടക്കില്ലല്ലോ. നിന്നെ പേടിച്ചേ കള്ളനാ വഴിക്ക് വരില്ലല്ലോ. പിന്നെ എങ്ങനെയാ മോഷണം നടക്കുന്നത്? ഗിരി എന്നെ കളിയാക്കണോ? ആ, അപ്പൊ അതൊക്കെ മനസ്സിലാക്കാനുള്ള വിവരവും വിദ്യാഭ്യാസം ഒക്കെ ഉണ്ട്. ദേ, എനിക്കൊന്നും കേൾക്കാനും ഇല്ല പറയാനും ഇല്ല. പ്രശ്നം കൂടുതൽ വഷളാക്കാതെ പ്ലീസ് ലീവ് മീ അലോൺ. കേട്ടാ തോന്നുന്നു ഞാനാണ് ഇപ്പൊ ഇത്ര വലിയ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയെന്ന്. നിസ്സാരമായിട്ടെ ആ AC-യുടെ തണുപ്പൊന്ന് കുറയ്ക്കാവും ചോദിക്കാൻ വന്നാ ഞാൻ. ആ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറയിപ്പിച്ച നിങ്ങൾ തന്നെയല്ലേ? എന്തേ മിന്റെ മുട്ടിപ്പോയോ? എന്നാ അത് പറയണമായിരുന്നു, അല്ലാതെ ഞാനത് എങ്ങനെ അറിയാനാ? പറയാനൊന്ന് സമ്മതിച്ചിട്ട് വേണ്ടേ? നീ ഒന്ന് മതിയാക്കുന്നുണ്ടോ? എനിക്കൊന്ന് ഉറങ്ങണം. അയ്യോ, ഞാൻ നിങ്ങളെ പിടിച്ചു വെച്ചിട്ടൊന്നും ഇല്ലല്ലോ. നിങ്ങൾക്കൊന്ന് പോയി കിടന്ന് ഉറങ്ങിക്കൂടെ? അപ്പൊ ഈ ലൈറ്റ് ഒക്കെ ആരോ ഓഫ് ചെയ്യും? ലൈറ്റിന്റെ സ്വിച്ച് അവിടെയല്ലേ? അപ്പൊ നിങ്ങൾ തന്നെ ഓഫ് ചെയ്യണ്ടേ? അങ്ങനെയാണെങ്കിലേ നീ ആദ്യം പോയി കിടക്ക്, അല്ലെങ്കിലേ ഇരുട്ടത്ത് ഉരുണ്ട് പരണ്ട് വീഴും. വീഴാതെ നടക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം. നിങ്ങൾ ആദ്യം ഉരുണ്ടുരുണ്ടി എന്നെ അവിടെ കിടക്കാൻ നോക്കും. സ്വന്തം ഭാര്യ ഒരു വിലയില്ല, ആത്മാർത്ഥ സുഹൃത്തിന്റെ വിശ്വാസമില്ല. ഇങ്ങനോട് സംസാരിക്കുമ്പോ എന്നെ പറഞ്ഞാൽ മതി. അതെ, എന്തെങ്കിലും പറയാനുണ്ടെങ്കിലേ മനുഷ്യന്മാർക്ക് കേൾക്കാൻ പാകത്തിൽ അത് ഉച്ചത്തി പറ. അയ്യോ, ഞാനൊന്നും പറഞ്ഞില്ലേ. എപ്പോഴും ചെലച്ചോണ്ടിരിക്കും പൂത്താങ്കീരി. ഓ, ഉറങ്ങുമ്പോ പോലും വായ അടക്കത്തില്ല. കഷ്ടകാലത്തിനാണല്ലോ ദൈവമേ ഞാൻ ഇതിനെ പിടിച്ച് ഇവിടെ കിടത്തിയത്. എന്തായാലും നിങ്ങളുടെ കൂർക്കം വലിയ കാട് നല്ലതാ. അതെ, ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്തേ. അയ്യോ,
എത്രാമത്തെ ടാബ്ലറ്റാ? നീ വിട്ടേ, വിട്. എനിക്ക് ഉറക്കം വരാതിരുന്ന പിന്നെ ഞാൻ എന്താ ചെയ്യാ? അതിനിങ്ങനെ ചോറുണ്ടെന്ന പോലെ സ്ലീപ്പിംഗ് പിൽസ് കഴിക്കണോ വേണ്ടത്? ഇങ്ങനെ വിട്, ഞാൻ തരാനാ പറഞ്ഞു തന്നെ. ഗിരിയുടെ വിഷമം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷെ അതിനുള്ള പരിഹാരം ഇതല്ല. ഉപദേശം വേണ്ട. എന്റെ കാര്യത്തിൽ ഇങ്ങനെ അധികാരത്തോടെ ഇടപെടാനുള്ള സ്വാതന്ത്ര്യമൊന്നും ഞാൻ നിനക്ക് തന്നിട്ടില്ല. അറിയാം, അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ ചില കാര്യങ്ങളൊക്കെ കാണുമ്പോഴേ ഒരു മനുഷ്യജീവി എന്നുള്ള നിലയിൽ ഞാൻ പ്രതികരിച്ച് പോകുന്നതാ. അതിനെ ഭാര്യയുടെ അധികാരമായിട്ടൊന്നും എടുക്കണ്ട. എന്തിനും ഏതിനും അമിതമായിട്ടുള്ള ഈ ഗുളി കഴിക്കലേ അത് നിർത്തിയേ പറ്റൂ. ഇങ്ങനെ ഗുളികളെ മാത്രമായിട്ട് ആശ്രയിച്ച് ജീവിച്ചാലേ അതായിരിക്കും ഗിരിയുടെ ആരോഗ്യത്തെ തകർക്കാൻ പോകുന്നത്. ഭക്ഷണവും വ്യായാമവും ഒക്കെ ഇനി ശ്രദ്ധിച്ചേ പറ്റൂ. പണ്ടത്തെ പോലെ രാവിലെ എഴുന്നേറ്റ് നടക്കാൻ പോണം. മനസ്സോടെ എന്ത് ചെയ്യണമെങ്കിലും മനുഷ്യന് മനസമാധാനം വേണം സുമിതേ. നീ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്നെ കൊണ്ട് ചിട്ടയായി ചെയ്യിപ്പിക്കുന്ന ഒരുത്തനായിരുന്നു ആകാശ്. ഗിരി പ്ലീസ്, തൽക്കാലത്തേക്കെങ്കിലും ആ ടോപ്പിക് ഒന്ന് വിടുവോ? എനിക്ക് അങ്ങനെ വിട്ടുകളയാൻ പറ്റുന്ന ഒരു കാര്യമല്ല സുമിതേ അത്. ആകാശിന്റെ കാര്യത്തിൽ നീ അടക്കം എല്ലാവരും എന്നെ കുറ്റപ്പെടുത്തി. ഞാൻ അവനോട് പറഞ്ഞതും പെരുമാറിയതും ഒക്കെ ഓർത്ത് എന്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ട്. പക്ഷെ ആ CCTVയിൽ നമ്മൾ പച്ചയ്ക്ക് കണ്ട കാര്യങ്ങള് എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റും? മനസ്സസ്വസ്ഥമായിട്ടിരിക്കുമ്പോഴേ ഒരു കാര്യത്തിനും പക്വതയുടെ ഒരു പരിഹാരം നമുക്ക് ചിന്തിക്കാനേ പറ്റില്ല. ഒന്ന് ഉറങ്ങി എഴുന്നേൽക്കുമ്പോഴേക്കും ഗിരിയുടെ മനസ്സൊക്കെ ശാന്തമാവും. എന്നിട്ടേ ഇതിനൊക്കെ നമുക്കൊരു പരിഹാരം കാണാം. ഗിരി, സൊല്യൂഷൻസ് ഇല്ലാത്ത പ്രോബ്ലംസ് ഇല്ല. ഇപ്പൊ ഇതൊന്നും ആലോചിക്കാതെ ഗിരി ഒന്ന് ഉറങ്ങാൻ നോക്കി. എന്റെ റിക്വസ്റ്റാ, കിടക്ക്. കിടക്ക്. താങ്ക് യു. യു വെൽക്കം. ഒയ്യാരത്ത് കുടുംബത്തിന്റെ ഈ അമൂല്യ നിധി കിടക്കേണ്ട സ്ഥലത്ത് തന്നെ വന്ന് കിടക്കുന്ന കണ്ടില്ലേ? ഇപ്പോഴാടാ ചേച്ചി ഉയ്യാരത്ത് കുടുംബത്തിലെ മഹാറാണിയായത്. ഒരുപാട് രത്നമാലകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷേ ഇത് അതുപോലെയൊന്നുമല്ല. ഈ കിടക്കുന്നതേ ഒരവകാശമാ, ഒരധികാരമാണ് അമ്പി. കുറച്ചു നാൾ അത് കഴിഞ്ഞാൽ ഈ മാല അതിന്റെ യഥാർത്ഥ അവകാശിയുടെ കഴുത്തിലെത്തും. എന്റെ മകൻ നിതീഷ് വിവാഹം കഴിച്ചു കൊണ്ടുവരുന്ന പെണ്ണായിരിക്കും ഇതിന്റെ അവകാശി.